സ്ത്രീകൾ ഭരിക്കുന്ന കാര്യം മാത്രമല്ല, കൂലിവേലക്കാർ മനോവ്യസനത്തോടെ ഇരിക്കും. യെശയ്യാ പ്രവചനം 19:10. യെശയ്യാ പ്രവചനം 19 അധ്യായം 10 വാക്യം. രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും, കൂലിവേലക്കാർ മനോവ്യസനത്തോടെ ഇരിക്കും. കൂലിവേലക്കാർ മനോവ്യസനത്തോടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ കൂലിയില്ല, അതുകൊണ്ടാണ് മനോവ്യസനം. കാരണം പുസ്തകം പഠിപ്പിക്കുന്നു. സെഖര്യാ പ്രവചനം എടുത്താട്ടെ. സെഖര്യാ പ്രവചനം അതിന്റെ 8 അധ്യായം 10 വാക്യത്തിൽ അതിന്റെ ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നുണ്ട്. 8:10. സെഖര്യാ 8:10. ഈ കാലത്തിനു മുൻപേ മനുഷ്യന് കൂലിയില്ല, മൃഗത്തിനും കൂലിയില്ല. പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്തം സമാധാനവുമില്ല, ഒരു സമാധാനവുമില്ല. അങ്ങോട്ട് പോകുന്നത് കൊള്ളാം, തിരിച്ചു വരുന്നില്ല. എന്താ സംഗതി? തീർന്നുപോയി, പിടിക്കപ്പെട്ടു, അടിച്ചു, റാഞ്ചിക്കൊണ്ടുപോയി, തടവിൽ പാർപ്പിച്ചു എന്നൊക്കെ കേൾക്കുന്നില്ലേ? അത് രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു കേട്ടോ. കൂലിവേലക്കാർ മനോവ്യസനത്തോടെ ഇരിക്കും. പിന്നെ മനുഷ്യന് കൂലിയില്ല, മൃഗങ്ങൾക്കും കൂലിയില്ല. പണ്ടേ പൂട്ടാൻ പോകുന്നവനെ ഒരേ പോത്തുണ്ടെങ്കിൽ അവനും കാശ, പോത്തിനും കാശ. പോത്തിനും പോത്തുകാരനും കാശ് കിട്ടും പൂട്ടിയാൽ. അപ്പോൾ പോത്തിന്റെ കാശ് കൊണ്ടാ അതിന് വല്ലവും പിണ്ണാക്കോ കുന്തിരണ്ടോ ഒക്കെ വാങ്ങിക്കുന്നു. പോത്ത് പൂട്ടാൻ പോകുന്നവന് അതിനും കാശ. ഇന്ന് പൂട്ടെന്തിയെ കൂട്ടുകാരനെ പൂട്ടാനേ ഒക്കും നിനക്ക്. ആമ്പിള്ളാർ വേറെ ഏതാണ്ട് കണ്ടുപിടിച്ച് ഇപ്പം വയലിലോട്ട് അതങ്ങ് എടുത്ത് ചാടിക്കോളുക. ഡ്രന്ന് സ്റ്റാർട്ട് ചെയ്ത് വലിച്ചു വാരി അടിച്ചു നീക്കി പായലും വാരി കളഞ്ഞേച്ച് അത് അതിന്റെ പോക്കിന് പോയി. നീ അവിടെ ഉണക്കലും കുത്തി കയ്യും കിട്ടാ. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ഈ നോക്ക് നിന്നാൽ നോക്കുകൂലിയൊന്നും കിട്ടത്തില്ല. വീട്ടിൽ ചെന്ന് കഞ്ഞോളം ഉണ്ട് വാങ്ങിച്ചുകൂടി, നിനക്ക് കൂലിയില്ല. അത് പറഞ്ഞത് ഈ പുസ്തകമേ ഉള്ളന്നേ. മനുഷ്യന് കൂലിയില്ല, പിന്നെ മൃഗത്തിന് കൂലിയില്ല. പോക്കുവരത്ത് ചെയ്യുന്നവന് മൃഗത്തിന് കൂലിയില്ല, മനുഷ്യന് കൂലിയില്ല. പണ്ടൊക്കെ മണ്ണെടുപ്പെന്നും പണ്ടൊരു പണിയുണ്ടായിരുന്നു, മണ്ണെടുപ്പ്. ഇന്നോ നീ പോയി ചുമ്മാ നോക്ക് നിൽക്കത്തേ ഉള്ളൂ. ഒരു സൂത്രം ഇങ്ങോട്ട് വരും. അത് മാത്രമാണോ അവന്റെ കയ്യാളും കൂടായി വരുന്നത്? തുമ്പിക്കൈ കൊണ്ട് വന്ന് ഒരറ്റത്തുനിന്ന് മണ്ണും വാരി ഇപ്പുറത്ത് ഒരു അത് അവർ 5-6 പേരാ ഇങ്ങോട്ട് നിൽപ്പുണ്ട്. അതിനകത്തോട്ട് വാരിക്കോരിട്ട് കഴിയുമ്പോൾ ഇറക്കാൻ പോലും നിന്നെ വേണ്ട. അവിടെ ചെല്ലുമ്പോൾ പുട്ടുകുറ്റി കൊണ്ട് പുട്ടിനകത്തുനിന്ന് കമ്പിട്ട് തെള്ളുന്നത് പോലെ തെള്ളിയ ഈ മണ്ണെല്ലാം കൂടെ അവിടെ കുടഞ്ഞിട്ടച്ച് അവൻ ഓടി വരുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവൻ നേരത്തോണ്ട് അങ്ങോട്ട് പോകുന്നു. അടുത്തവൻ നിനക്ക് ഒക്കും പോയി ചിലരെ നോക്ക് നിന്നേച്ച് നല്ലതായത് എന്ന് പറയാനല്ലാതെ നിനക്ക് കൂലിയില്ല. ദേശമെമ്പാടും യന്ത്രവൽക്കരണം വരുമെന്ന് സൂചിപ്പിച്ചത് ഈ പുസ്തകമല്ലാതെ വേറെ എന്തുണ്ട്? നിനക്ക് കൂലിയില്ല, എഴുത്തുകാരന് കൂലിയില്ല, വരപ്പുകാരന് കൂലിയില്ല, ഇവിടെ ആർക്കും കൂലിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നെല്ലിടിച്ചും അവലിടിച്ചുമൊക്കെ കൂലി വാങ്ങിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. കാപ്പിക്കടകളിലെ ഇങ്ങനെ ചെന്ന ഒലക്ക മാറി മാറി 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഒലക്ക മാറി മാറി ഇടിച്ചു കുത്തി കുടഞ്ഞെടുത്ത് പുട്ടുണ്ടാക്കാൻ അരി ഇടിച്ചു കൊടുക്കുന്നവർക്ക് വൈകിട്ടൊരു ചായയും വയ്യോളം ഇടിക്കുമ്പോൾ 50 പൈസയും. ഇന്ന് അതുമില്ല. അങ്ങോട്ടും ഉണ്ടെന്ന് ഇപ്പം മില്ലിലും കൊണ്ടുപോക്കില്ലെന്ന്. സമയമാകുമ്പോ കുതിർത്തു വാരി വീട്ടിനകത്ത് വാരി അങ്ങോട്ടിട്ട് ഒറ്റ ഞെക്കുമ്പോ ഡ്രാ പുട്ടിന്റെ അപ്പത്തിന് അതൊന്നിനും കൊള്ളത്തില്ല. അതിനകത്ത് ഓയിലിറങ്ങി. നിനക്ക് കൂലിയില്ല. സകല യന്ത്രവൽക്കരണം വരുമ്പോൾ ഈ പുസ്തകം പഠിപ്പിച്ചത് കൃത്യമാണെന്നറിയണം. ഇതിനെ ഞാൻ ഒത്തിരി വ്യാഖ്യാനിച്ചാൽ ഇന്ന് നിങ്ങൾ എഴുതുന്ന www.tomakutti.com വരെ ഈ പുസ്തകത്തിലെ തെളിവാ. ഇന്റർനെറ്റ്, ഇവിടുത്തെ ഇന്റർനെറ്റും ഈ മൊബൈൽ ഫോണും ഈ കമ്പ്യൂട്ടറുമൊക്കെ ഈ വേദപുസ്തകത്തിൽ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നതിന്റെ
പ്രത്യക്ഷ ലക്ഷണം രംഗത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പിൻപിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു. അതാ ശ്രദ്ധിക്കേണ്ടത്, അതാ ചിന്തിക്കേണ്ടത്.